ഹലോ അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇതിന് നമ്മൾ ഈ ഒരു പാത്രം അരി എടുത്തിട്ടുണ്ട്. ഇതും കൊണ്ട് അടിപൊളി ഒരു നെയ്ച്ചോറ് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്കിപ്പോൾ ആദ്യം തന്നെ കേശും കിസ്മിസും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എന്നും നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന ഒന്ന് മാറ്റി പിടിച്ച് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവേ. അപ്പോൾ ഇതിന് നമുക്കിത് നന്നായിട്ടൊന്ന് റോസ്റ്റായി വരട്ടെ കേട്ടോ. ഇനി നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാവേ. ഇനി ഇതിലോട്ട് നമുക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക, അതിൻ്റെ കായ്, പൂവ് ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഒരു ചെറിയൊരു സബോള അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. സബോള നന്നായിട്ട് ഇതുപോലെ മൊരിഞ്ഞ് വരുന്ന സമയത്ത് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട ശേഷം ഒരു നാരങ്ങയുടെ നീര് ഇതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കിടുക്കാച്ചി നെയ്ച്ചോറാണേ. അപ്പോൾ ഇതുപോലെ അങ്ങ് നമുക്ക് രണ്ടാമത്തെ പകുതി നാരങ്ങയും കൂടി ഇതുപോലെ ഒന്ന് പിഴിഞ്ഞ് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ഓയിൽ കൂടി ഒഴിച്ച് കൊടുക്കണം. നമ്മൾ നെയ്യ് മാത്രമാണല്ലോ ഒഴിച്ച് കൊടുത്തത്. അപ്പോൾ കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഉപ്പ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു പാത്രം അരിക്ക് 2 പാത്രം വെള്ളമാണ് കേട്ടോ. അപ്പോൾ ഇതിന് നമുക്ക് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ 2 പാത്രം വെള്ളവും കൂടി ഇതുപോലെ അങ്ങ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി നന്നായിട്ട് തിളച്ച് വരട്ടെ കേട്ടോ. അപ്പോൾ അടപ്പിട്ടൊന്ന് മൂടി കൊടുക്കാം. അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വരട്ടെ. അപ്പോൾ ഇതിന് വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാൻ അരിയൊക്കെ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാവേ. ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ തിളച്ച് വന്നാൽ പിന്നെ ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിന് സെറ്റായിട്ടുണ്ട് എല്ലാം. ഇനി ഇതിന് പാതി കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. റൈസൊക്കെ ഇനി ഒന്നും കൂടി കുക്കാവണം. അപ്പോൾ ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് അടപ്പിട്ട് മൂടി കൊടുക്കുമ്പോൾ അടപ്പിൻ്റെ മേലെ എന്തെങ്കിലും വെയിറ്റ് ഉള്ളതുണ്ടെങ്കിൽ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിന് നമ്മുടെ റൈസൊക്കെ ഇവിടെ സെറ്റായിട്ട് കറക്റ്റ് പാകത്തിന് വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് കുഴഞ്ഞിട്ടുമില്ല, എന്നാൽ പിന്നെ കുഴയാണ്ടില്ല. കറക്റ്റ് ആ ഒരു റൈസിൻ്റെ ഇതിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് റോസ്റ്റ് ചെയ്ത് വെച്ച കിസ്മിസും കാഷ്യും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിയിലയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ടില്ലേ കാണാൻ തന്നെ. അപ്പോൾ കഴിക്കാനും അതുപോലെ തന്നെയാണ് കേട്ടോ. എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കിടുക്കാച്ചി നെയ്ച്ചോറാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കില്ലേ. ഇതിൻ്റെ സ്മെല്ലൊക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി നല്ല വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വരാം. അപ്പോൾ ഇഷ്ടമായാൽ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.